ഹായ് ബ്രോ, സിസ്റ്റർ, എവ്രി വൺ, വെൽക്കം ടു ഹംബിൾ അളിയൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിരിക്കുകയാണ്. കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ല, പൂച്ച് ഗോൾഡൻ അവറിൽ സൂര്യൻ്റെ വെളിച്ചം കണ്ട് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ അവറിൽ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. എന്ത് പറ്റി? ആണ്, കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ശരിയാവും കേട്ടോ. നമ്മൾ ആക്ച്വലി നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് സ്റ്റുഡിയോയിൽ നിന്ന്. ഇന്ന് എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടി. എനിക്ക് പാൻറ്റുകളൊന്നും അധികം എല്ലാം പഴയതായിരുന്നു, പുതിയ കുറച്ച് എടുക്കണമായിരുന്നു. അത്യാവശ്യം ഇഷ്ടപ്പെട്ട കുറച്ച് എടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മൾ പോകുന്നത് ഫത്തൂഷ് ഗ്ലോബൽ ഡൈനറിലേക്കാണ്. കുറച്ച് നാളായി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ റീൽസിലൊക്കെ കണ്ട് പലരും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇടപ്പള്ളിയിൽ തന്നെയാണുള്ളത് ഫത്തൂഷ് ഗ്ലോബൽ ഡൈനർ. പഠിച്ചു വരാൻ ഇച്ചിരി പണിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് അവിടെ കൂടുതൽ അറബിക്കല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ആ റീലിൽ എന്താ കണ്ടത്, അറബിക് സാധനങ്ങളാണെന്നാണ് കണ്ടത്. അതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം പറയാം. അപ്പോൾ ഓഫ് ടു ഫത്തൂഷ്. ഈ വീഡിയോ കാണുന്ന പ്രവാസികളായ കൊച്ചിക്കാരെങ്കിലും എടപ്പള്ളിയിലെ ബ്ലോക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അങ്ങ് ഒബ്രോമാളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതാണേ. ഇവിടെ നമ്മളിപ്പോൾ സർവീസ് റോഡിലാണ് കിടക്കുന്ന, സർവീസ് റോഡ് അടക്കം ബ്ലോക്ക്. ഇതേ അവിടെ ഒരു ബസ് കൊണ്ടുവന്ന് വട്ടം വെച്ചിട്ടുണ്ട്. അതാണോ ബ്ലോക്ക്? അതൊന്നുമല്ല, സിഗ്നലും വിട്ടിട്ടില്ല. നമുക്ക് ആക്ച്വലി സിഗ്നലിലേക്ക് കയറണ്ട, നമുക്ക് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിൽ തന്നെയാണ്, ലെഫ്റ്റ് സൈഡ്. അതെ, ഒബ്രോമോളിൽ നിന്ന് വരുന്ന വഴിയാണിത്. ഒബ്രോമോളിൽ നിന്ന് വന്ന് നമ്മൾ എടപ്പള്ളി സിഗ്നലിലേക്ക് കയറുമ്പോൾ സർവീസ് റോഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഫത്തൂഷ്. അങ്ങനെ ഫത്തൂഷ് ഗ്ലോബൽ ഡൈനർ ഫ്രണ്ടിൽ നമ്മളെത്തി. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, അപ്പുറം ഇപ്പുറം വണ്ടികളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ വന്നിട്ടുള്ളത് ഡിന്നർ കഴിക്കാനാണ്. എത്ര മണിക്ക്? 5:37 അല്ലേ? ഇഫ് ഈറ്റിംഗ് ഡിന്നർ ഏർലി. അതായത് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണം തീരുമാനിച്ചതാണ് ഈയിടെയായിട്ട്. പക്ഷെ ഇത്രയും നേരത്തെ ആവും നമ്മൾ വിചാരിച്ചില്ലല്ലേ. ശരി, നമുക്ക് നല്ല വിശപ്പുണ്ട്. അതായത് സ്റ്റുഡിയോയിലെ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ തിരിച്ചു. ഒരു കാര്യം എപ്പോഴേ കഴിക്കാൻ ഡിന്നർ, രാത്രി വിശന്നാൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം. ഏർലി ഡിന്നർ ആകാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. അങ്ങനെ ഫത്തൂഷ് ഗ്ലോബൽ ഡൈനറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി. ആരും തന്നെ ഉണ്ടായില്ല, നമ്മൾ അത്ര നേരത്തെ ഒരു ടൈമിൽ ചെന്നുകൊണ്ട്. പക്ഷേ ചെറിയൊരു സ്പേസാണ്, ഉള്ളിൽ AC ഉള്ള സ്ഥലമുള്ളത്. പിന്നെ ഔട്ട്ഡോർ അവർക്ക് സ്ഥലമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് മെനു. അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ട് മെനുവിൽ. പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഡിഷസ് എന്ന് പറഞ്ഞിട്ട് ബീഫ് സ്റ്റേക്ക്, അതുപോലെ മട്ടൺ റിബ് 990 ഉണ്ടോ, ചിക്കൻ പീറ്റ ബൗൾ, അതുപോലെ ഇപ്പുറത്ത് ഷെഫ് കബാബ്, ടർക്കിഷ് കബാബ് പ്ലാറ്റർ. ഇതൊക്കെ ഇവരുടെ സിഗ്നേച്ചർ ഡിഷസാണ്. ഇതൊക്കെയാണ് അവിടെ മൊത്തത്തിലുള്ള സാധനങ്ങളെല്ലാം വെറൈറ്റി സംഭവങ്ങളാണ്. പിന്നെ ഞാൻ എന്തായാലും പോയി ഒന്ന് കൈ കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കൈ കഴുകുന്ന സ്ഥലമൊക്കെ ഉള്ള കേട്ടോ, അപ്പുറം 2 ചെടിയൊക്കെ ഇരിപ്പുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഈ ബീഫ് ഹമ്മസാണ്. ഹമ്മസ് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നടുക്ക് ഇങ്ങനെ മിൻസ്ഡ് ബീഫാണ്, മിൻസ്ഡ് മീറ്റ് ഇങ്ങനെ നടുക്ക് വെച്ചിട്ടുള്ള ഹമ്മസ്. കൊള്ളായിരുന്നു. പൂജ കഴിച്ചു നോക്കി. പൂജയ്ക്ക് പൊതുവേ ഹമ്മസ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ബീഫിൻ്റെ ഒപ്പം കഴിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോള് കാണാം കേട്ടോ. അതിൻ്റെ നേരെ എതിർവശമാണ് റോഡിൻ്റെ. ലൈഫ് സ്റ്റൈൽ മോളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ബീഫ് ഹമ്മസ് ഞാനും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഹമ്മസിന് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം, ബീഫ് റിബ്സ്. അപ്പോൾ ഇതിൽ പ്ലേറ്റിൽ ബീഫ് റിബ് മാത്രം, ബീഫ് റിബ് ഒരു പീസേ ഉണ്ടായുള്ളൂ. പക്ഷെ വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ലിറ്റ്യൂസ് ഇട്ടിങ്ങനെ നിരത്തി വെച്ചതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലത്തെ ബ്രെഡുണ്ട്, പിന്നെ റൊട്ടി കുബൂസ് പോലത്തെ ഒരു സാധനം. അതുപോലെ പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് നല്ല ജ്യൂസി ആയിട്ടാണ്. അതായത് ഒരു സോസ് ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ മീതെ. സാലഡ് ഉണ്ട് ഒരു സൈഡിൽ, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം റിച്ച് ആയിരുന്നു പ്ലേറ്റ്, ഒരുപാടധികം സാധനങ്ങൾ. പിന്നെ പൂജയുടെ ഫേവററ്റ് സാധനം ആണ് ഫ്രഞ്ച് ഫ്രൈസ്. അതുകൊണ്ട് ഞാൻ പൂജയ്ക്ക് ആദ്യം കൊടുത്തു. ഞാൻ കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് ആക്ച്വലി കൊള്ളായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇത് എന്തായിരുന്നു? ലെബനീസ് ഹാഷ്വേ എന്ന് പറഞ്ഞ ഒരു റൈസൊക്കെ ഇട്ടിട്ടുള്ള റൈസിൻ്റെ ഒരു സാധനമാണ്, റൈസും ചിക്കനായിട്ടുള്ള സാധനം. അതിങ്ങനെ ഒരു ദമ്മ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അവരിങ്ങനെ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഉള്ളി കണ്ട തക്കാളിയൊക്കെ ഉണ്ട് അത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു നല്ല രീതിയിൽ മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പ്ലേറ്റിലേക്ക് അത് സെർവ് ചെയ്ത് തരിക. അപ്പോൾ നമ്മളത് കഴിച്ചു നോക്കി. സാധനം കൊള്ളാം, ഭയങ്കര ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള സാധനമായിരുന്നു. ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, പക്ഷേ റൈസിന് അത്രയൊരു ഫ്ലേവർ ഇല്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞാനും കഴിച്ചു നോക്കി, അപ്പോൾ എനിക്കും അത് തോന്നുന്നത്. അതായത് നല്ല രീതിയിൽ ചിക്കനിൽ നല്ല ഒരു ഡിഫറൻ്റ് ഒരു ടേസ്റ്റ് ഉണ്ട്, ഫ്ലേവറൊക്കെ. അങ്ങനെ 1087 രൂപ, അറൗണ്ട് 1000 ആണ് നമുക്ക് ബില്ലായത്.
അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നേരം വൈകിട്ട് തുടങ്ങി. അവർ ഫ്രണ്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടോ, അതൊക്കെ കണ്ടപ്പോഴത്തേക്കും അതൊരു നല്ല ആംബിയൻസ് ആയിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. എന്തായാലും സംഭവം കൊള്ളാം. അങ്ങനെ നമ്മൾ ഫത്തൂഷ് ഗ്ലോബൽ ഡൈനർ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. കൊള്ളാം, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അല്ലേ. അതായത് ഡിഫറൻ്റ് ആയിരുന്നു, സാധാരണ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് കിട്ടിയത്. What do you want to say? കൊള്ളായിരുന്നു, ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും കഴിക്കുന്നതിലും. അതെ, ആക്ച്വലി ഞാൻ കഴിച്ച ആ ഒരു സാധനം ഒരു കംപ്ലീറ്റ് മീലായിരുന്നു. അതായത് റിബ് പക്ഷെ ഒരു കഷ്ണം കൂടി തരായിരുന്നു എനിക്ക് തോന്നി. ഒരു പീസ് റിബേ ഉണ്ടായുള്ളൂ. പക്ഷേ അതിൻ്റെ സൈഡിൽ കുബൂസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു. പക്ഷേ ഒരു പീസ് റിബും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ റിയലി അപ്രീഷിയേറ്റഡ്. പിന്നെ ടേസ്റ്റ് വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരും ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഹമ്മൂസാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ. ബീഫ് ഹമ്മൂസ്, മിൻസ്ഡ് ബീഫൊക്കെ വെച്ചിട്ടുള്ള ഹമ്മൂസ് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ചിലർക്ക് ഹമ്മൂസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ പൂജയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ അകത്ത് ബീഫ് ഉണ്ടായിരുന്നുകൊണ്ടാണ് പൂജ കഴിച്ചത് അല്ലേ. ബീഫ് ഇല്ലായിരുന്നെങ്കിൽ ഹമ്മൂസ് മാത്രം ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾ കഴിച്ച ഡിഷ്. അത് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റിന് ഓക്കെ ആയിരുന്നു സംഭവം. പിന്നെ 1057 രൂപ ബില്ല്, അത് കുഴപ്പമില്ല. 2 ഡിഷ് നമ്മളാകെ മേടിച്ചുള്ളൂ. സ്ലൈറ്റ്ലി ഓൺ ദി കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സ്പേസ് ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. റൈസൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ബാക്കി വന്നു, കഴിച്ചു തീർക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, അതും പറയണം. പിന്നെ സ്പേസ് ചെറിയൊരു ലിമിറ്റഡ് സ്പേസ് ഉള്ളല്ലേ. ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു. പക്ഷേ പുറത്തുള്ള ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയയും അകത്ത് ചെറിയൊരു സ്പേസുമാണുള്ളത്. എന്തായാലും കൊള്ളാം. അപ്പോൾ വീട്ടിൽ പോകാം അല്ലേ.